നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതിനു ശേഷം CPM-മായി ബന്ധമുള്ള നിരവധി നേതാക്കൾ അറസ്റ്റിലായി. CPI-യിലെ ശങ്കർദാസും CPM നേതാവും MLA-യുമായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറും അടക്കമുള്ളവർ അറസ്റ്റിലായി. പക്ഷേ 2025-ൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നീടാണ് അദ്ദേഹത്തെ വളരെ രഹസ്യമായി വിളിച്ച് SIT മൊഴിയെടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. 2025 നവംബറിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവിൽ ഈ പ്രശാന്തിനെ കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഒരു 2.5 പേജോളം പ്രശാന്തിന് ഇതിനെക്കുറിച്ചുള്ള പങ്കിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളായിരുന്നു. പക്ഷേ എന്നിട്ടും പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. പ്രശാന്ത് സുരക്ഷിതനായിരുന്നു. എന്നാൽ ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഭരണം മാറി, UDF സർക്കാർ അധികാരത്തിൽ വന്നു. അതോടുകൂടി SIT വീണ്ടും ദ്രുതഗതിയിൽ അന്വേഷണമൊക്കെ നടത്തുകയാണ്. റിപ്പോർട്ട് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ SIT പറയുന്നത് ഈ 2025-ൽ സ്വർണ്ണപ്പാളി ചട്ടം ലംഘിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള 7 പേർക്ക് പങ്കുണ്ട് എന്നാണ് SIT ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുമാത്രമല്ല, 2019-ലെ സ്വർണ്ണ കവർച്ചയും ക്രമക്കേട് മറയ്ക്കാനാണ് 2025-ൽ ഈ പാളികൾ ചെന്നൈയിലെത്തിച്ച് സ്വർണം പൂശിയതെന്നും ഇപ്പോൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന A. അജികുമാറും സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും തിരുവാഭരണം കമ്മീഷണറായിരുന്ന റെജിലാലും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും ഒക്കെയാണ് മറ്റുള്ള 6 പേരും. അതുപോലെ തന്നെ ബോർഡ് അംഗമായിരുന്ന സുന്ദരേശൻ, ബോർഡ് സെക്രട്ടറി ബിന്ദു, തന്ത്രി മഹേഷ് മോഹനര്, തിരുവാഭരണ കമ്മീഷണർ സുനില, എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, 2020-ൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന VS രാജേന്ദ്ര പ്രസാദ് എന്നിവരുടെയൊക്കെ പങ്കും വിശദമായി അന്വേഷിക്കുന്നുണ്ടെന്നാണ് SIT ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. പ്രശാന്ത് അടക്കമുള്ളവരുടെ പങ്ക് സ്ഥാപിക്കുന്ന ശക്തമായ തെളിവുകൾ കണ്ടെത്തിയെന്നാണ് SIT ഈ റിപ്പോർട്ടിലുള്ളത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് ഈ പ്രശാന്ത് അടക്കമുള്ളവർക്കെതിരെ വെളിപ്പെടുത്തുന്നതെന്നാണ് SIT ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കർശനമായ നടപടികൾ സ്വീകരിച്ച് എത്രയും വേഗം അന്തിമ റിപ്പോർട്ട് നൽകാനായി ജസ്റ്റിസ് V. രാജാ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് SITക്ക്. അപ്പോൾ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അധിക കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്യാം SITക്ക് വേണമെങ്കിൽ. മറ്റുള്ളവർക്കെതിരെ വേണ്ടത്ര തെളിവുകൾ ലഭിച്ചാൽ അഡീഷണൽ റിപ്പോർട്ട് നൽകുന്നതടക്കം നടപടികൾ സ്വീകരിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രശാന്തിൻ്റെ പങ്ക് മുമ്പ് തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. 2025-ൽ ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് ചട്ടം ലംഘിച്ച് പുറത്തു കൊണ്ടുപോകുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിന് അതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്ന് മാത്രമല്ല, അതിനുശേഷം ഈ സ്വർണ്ണക്കൊള്ള കേസ് ഉയർന്നു വന്ന് 2-3 മാസങ്ങൾക്ക് ശേഷമാണ് ഹൈക്കോടതി പ്രശാന്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള ഒരു ഭാഗം വളരെ വിശദമായി തന്നെ ഇടക്കാല റിപ്പോർട്ടിൽ പ്രതിപാദിച്ചത്. എന്നിട്ടും പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. എന്ന് മാത്രമല്ല, പ്രശാന്തിൻ്റെ പിന്നിൽ വളരെ ശക്തരായിട്ടുള്ള ചിലരുണ്ട് എന്നുള്ള സൂചനകൾ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി A. പത്മകുമാർ അറസ്റ്റിലാകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ദൈവതുല്യരായ ചിലരെ ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഇതോടുകൂടിയാണ് പത്മകുമാർ പാർട്ടിയെ ഭീഷണിപ്പെടുത്തിയത്. പുസ്തകം എഴുതും, അതിലൂടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തും. പിന്നെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെയും അന്ന് അവിടെ ശബരിമലയിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന IG ശ്രീജിത്തിനെയും അവിടെ നിന്ന് മാറ്റി നിർത്തി ഈ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ ഇതൊക്കെ മനസ്സിലാകുമെന്നുള്ള കാര്യമൊക്കെ പത്മകുമാർ പറഞ്ഞത്. അതിനുശേഷം പാർട്ടി പേടിച്ചു. പത്മകുമാറിൻ്റെ നടപടി സസ്പെൻഷനിലേക്ക് മാത്രം ഒതുക്കി. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. എന്തായാലും പ്രശാന്ത് അറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള ഒരു സംഗതിയാണ്. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രശാന്തിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും സ്പഷ്ടമാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് PS പ്രശാന്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയം സുരക്ഷിതമല്ല. LDF സർക്കാർ മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് SIT തലവൻ സമ്മതിച്ചത് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന്.
അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറയേണ്ടത് ഈ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘ തലവനല്ല, അത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് ഇത് മുമ്പ് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും SITയുടെ ഇനിയുള്ള നടപടി എന്താണ് എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. PS പ്രശാന്ത് ഏതു നിമിഷവും അറസ്റ്റിലാകാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുമ്പ് അറസ്റ്റിലായവരെല്ലാം സ്വാഭാവിക ജാമ്യം നേടി 90 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങി. അത് SITയുടെ ഒരു കഴിവുകേട് കൊണ്ടാണ്. കാരണം ഒരു ഭാഗികമായ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ SIT തയ്യാറായില്ല. കഴിഞ്ഞില്ല എന്നല്ല, തയ്യാറായില്ല എന്ന് വേണം അതിന് നമുക്ക് വിലയിരുത്തേണ്ടത്. എന്തായാലും പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന സമയം നിർണായകം തന്നെയാണ്.